ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വ്ളോഗിங்கிறது എനിക്കൊരു ഇഷ്ടപ്പെട്ട വ്ളോഗാണ്. ഇഷ്ടപ്പെട്ട വ്ളോഗിനാൽ ഇഷ്ടപ്പെട്ടവങ്ങൾക്ക് ചെയ്തതായിട്ടിരിക്കുമല്ല, അതാണ് എൻ്റെ ഏട്ടനിക്ക് ഫുഡ് ഉണ്ടാക്കുന്ന വ്ളോഗാണ്. അപ്പം ഏട്ടനിക്ക് ഫുഡിന് ഒരുപാട് ഇഷ്ടം ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടം ഏട്ടനിക്ക് കുക്ക് പണി കൊടുക്കുന്നത്. ഞാൻ കുറേ ആയിട്ട് എന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഫിഷ് കറി ഉണ്ടാക്കി, ഏട്ടൻ്റെ ഫേവറേറ്റ് രസം ഉണ്ടാക്കി, ഉണക്കമീൻ ഫ്രൈ മതിയില്ല ഒരു സാധനം അതുണ്ടാക്കി, പിന്നെ ഉപ്പേരി ഉണ്ടാക്കി, ഇങ്ങനെ കുറേ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഗായ്സ്, എൻ്റെ ഏട്ടായി കൈനീട്ട് തന്നിട്ടുണ്ട്. എൻ്റെ ഏട്ടായി സ്വന്തമായിട്ട് കൈനീട്ട് തരില്ല. എൻ്റെ അമ്മ പറഞ്ഞ് 15,000 പറഞ്ഞത് കൊണ്ടാണ് ഏട്ടായി കൈനീട്ട് തന്നത്. അതന്നെ അങ്ങനെ ഫുഡ് ഉണ്ടാക്കിയിരിക്കുമ്പോൾ ഏട്ടൻ വന്നതും അമ്മ പറഞ്ഞാണ് ചിങ്ങ ഒന്നിൻ്റെ കൈനീട്ടം കൊടുക്കണം. അങ്ങനെ കൈനീട്ടം വാങ്ങുന്ന സ്റ്റോറിയാണ് അത്. പിന്നെ ഞാൻ ഏട്ടനക്ക് ലസ്സി ഉണ്ടാക്കി, മാംഗോ ഇട്ടിട്ട് ലസ്സി ഉണ്ടാക്കുമ്പോൾ ഞാൻ തിന്നു നോക്കും, ടേസ്റ്റ് നോക്കും, എല്ലാം അവിടെ നടക്കുവാണ്. എന്താ അറിയില്ല, എൻ്റെ ഏട്ടനോടുള്ള സ്നേഹം എനിക്ക് ജാസ്തിയാണ്. അതിൽ ഫുഡിൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടെ ജാസ്തിയാണ്. என்னன்னா, நான் இப்போ குக் பண்ண ஸ்டார்ட் பண்ணோடனே എൻ്റെ ഫ്രണ്ട്സ് എല്ലാം ചോദിക്കും, ഇന്നൊക്കെ ഏട്ടായി വരുവാണോ? ബിക്കോസ് ഞാൻ അത്ര ഫുഡ് ഉണ്ടാക്കും. മോർണിംഗ് എந்திച്ചിട്ട് കണ്ടിന്യൂസാக நான் குக் பண்ணிகிட்டே இருக்கணும். ഒരാളാണ് എല്ലാം കുക്ക് பண்ணுறது. അപ്പോൾ உங்களுக்கு ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കണം, പിന്നെ പോകുമ്പോൾ കൊണ്ടിട്ട് പുറകെ நான் ഭക്ഷണം ഉണ്ടാക്കണം. ஸோ கண்டினியூஸ்லி 2 times நான் ரைஸ் மட்டுமே ഉണ്ടാക്കും. அவங்களுக்கு சாப்பிட்றதுக்கு ரைஸ் ഉണ്ടാക്കും, പിന്നെ നൈറ്റ് நான் போகும்போது ഉണ്ടാക്കി കൊടുക്കും. எனக்கு என்னென்னா, நமக்கு இருக்கிறது ஒரு ஜீவிதம். மீன்ஸ் அது 1 year இருக்கலாம், மேபி 5 years இருக்கலாம், மேபி 100 years இருக்கலாம். ஆனால் இருக்கிற அந்த ஒரு இயர்ஸில் நம்ம ரொம்ப ஹாப்பியாகிட்டு ஜீவிக்கணும். எனக்கு தெரிஞ்ச ஒரு விஷயம் என்னென்னா, நம்ம எவ்வளோ தூரம் ஸ்னேகம் ஒரு ஆளுக்கு கொடுக்குமோ அத்தனை தூரம் ആ സ്നേഹം തിരിച്ചു കിട്ടുമെങ്കിൽ ഞാൻ എൻ്റെ ഹസ്ബൻഡ് വിഷയത്തിലാണ് ഞാൻ தெரிஞ்சுக்கிட்டது. ஏன்னா நான் ஒரு 100% കാണിக்கிறேன்னா என் ஹஸ்பண்ட் 200% എന്നോട് തിരിച്ച് കാണിക്കും. അതാണ് എൻ്റെ ഹസ്ബൻഡ് ഒരു ക്യാരക്ടർ. ആ സ്നേഹം മറ്റൊന്നില്ല, വഴക്കുണ്ടാനാലും മുന്നേ സ്നേഹിക്കുന്ന ടൈമിൽ വഴക്കുണ്ടാനാലും അതൊരു 2-3 days എടുക്കും. ஆனால் இப்போ வழக்குண்டானாலும் ஒரு 5 minutes ஒன்றில் நான் சரியாயிரும், இல்லைன்னா அவங்க என்ன சரியாக்கிரும். எனக்கு இப்போ தான் அது புரியுது. ஆக்சுவலி அது ஒரு மெச்சூரிட்டின்னு நான் நினைக்கிறேன். ஒரு லைஃபு போக போக நமக்கு மெச்சூரிட்டி வர தொடங்கும். அந்த ஒரு மீன்ஸ் மெச்சூரிட்டியாக அல்லது அண்டர்ஸ்டாண்டிங்காக எனக்கு தெரியலை. மேபி அண்டர்ஸ்டாண்டிங்காகவும் இருக்கலாம், மேபி மெச்சூரிட்டியாகவும் இருக்கலாம். அது எந்த வீல் எடுத்தாலும் அது കറക്റ്റാണ്. എந்த ഇടത്തിലും നമ്മൾ കോംപ്രമൈസ് ആകറല്ല. അതാണ് ഒരു വഴക്ക് അങ്ങനെ കൊണ്ടുപോകാതെ വേഗം പെട്ടെന്ന് ശരിയാകുമ്പോൾ അത് ഭയങ്കര സന്തോഷമായിട്ട് ലൈഫ് മാറ്റുമെന്ന് എനിക്ക് தெரிஞ்சிட்டு. അത്രയും ഗൈസ് ഇന്നത്തെ വീഡിയോ. ഞാൻ വെറുതെ കഥ പറഞ്ഞിരിക്കാണ്ട് ഇവിടെ ഇരുന്നിട്ട്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടപ്പെട്ട എൻ്റെ ഫുഡ്, ഒരുപാട് ഇഷ്ടപ്പെട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ ഫുഡും കൊടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.